ഗായ്സ് ഇത് ഒരു 2-3 ദിവസത്തെ വിന്നേഴ്സാണ്. ഇപ്പോൾ വിന്നേഴ്സിനെ നമുക്ക് മെയിൽ വന്നിട്ടുള്ള എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് എല്ലാം ഇതേവരെയുള്ള എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു പ്രാവശ്യം മെയിൽ അയച്ചവർ വീണ്ടും വീണ്ടും അയക്കാതിരിക്കുക. പിന്നെ വിന്നേഴ്സ് പ്രത്യേകം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് സെൻഡ് ചെയ്യാൻ. പിന്നെ മൊബൈൽ നമ്പറും പിൻകോഡും കൊടുക്കാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് തന്നെ ഇത് ഇവിടുന്ന് കൊറിയർ പോകും. ഇൻഷാല്ലാ പെരുന്നാളിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് റിസീവ് ആവും. ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ 24ാമത്തെ നോമ്പിലോട്ട് നമ്മൾ എത്തി, അൽഹംദുലില്ലാ. അപ്പോ എല്ലാ നോമ്പ് പിടിച്ച് അടിപൊളിയായിട്ട് നമ്മള് ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി 6 ഇന്നത്തെ കൂടെ 7 ഉണ്ട്. അപ്പോ എല്ലാം പിടിക്കാൻ പറ്റട്ടെ ഇൻഷാല്ലാ. അപ്പോൾ ബേബി പോയിട്ട് വിന്നേഴ്സിനുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഇപ്പം എത്തി. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, ചിക്കൻ ഐറ്റം. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഐ ഹോപ്പ് അതുണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരുന്നതാണ് ഒരു വിശ്വാസം. ആൻഡ് ലെറ്റ്സ് ട്രൈ ഇറ്റ്. സോ അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെക്കാം. എബും സൈഗും അവിടെ കളിച്ചോണ്ടിരിക്കുക, സുനു എണീറ്റ്. ആൻഡ് എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഇന്നത്തെ ഡേ. So let's take the ingredients. Guys, അപ്പോ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ടൈമില് ബേബി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആയിക്കോ. പക്ഷെ ഇന്ന് ഉള്ള വ്ലോഗ് മുതല് ഇനി ആർക്കും നമ്മള് ഗിഫ്റ്റും കൊടുക്കണില്ല, നമ്മളവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയുന്ന സംഭവം ചെയ്യണില്ല. എല്ലാ പരിപാടിയും നിർത്തി. കാരണം 5 വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കും. അതെ, ഞാൻ രാവിലെ ഭയങ്കര സന്തോഷത്തില് ഞാൻ 100-300ഓളം മെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും ചെക്ക് ചെയ്ത് അതിന്റെ അകത്ത് മാക്സിമം ഞാൻ ഫിൽട്ടർ ചെയ്ത് അതിനകത്ത് ജെന്യൂൻ എന്ന് തോന്നിയിട്ടുള്ളവരെ ഒരു 10-30 പേർക്ക് മേലെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് എല്ലാം ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ ഓഫീസിലേക്ക് ചെന്ന് നമ്മള് ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡാ, കംപ്ലീറ്റ് കമ്പ്യൂട്ടറിൽ നമ്മൾ ഫീഡ് ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ടുകളാണെങ്കിലും നമ്മള് അഡ്രസ്സുകളാണെങ്കിലും പേരാണെങ്കിലും ഫോൺ നമ്പർ എല്ലാം നമ്മള് ഒരു പ്രാവശ്യം അയച്ചവർക്ക് റിപ്പീറ്റ് നമ്മൾ അയക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന്റെ അത് കാണിക്കും. ഒരു പ്രാവശ്യം അയച്ചവരെ നമ്മൾ എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ വിന്നേഴ്സ് പറഞ്ഞിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഒരു പ്രാവശ്യം നമ്മൾ ഈ ഗിഫ്റ്റ് കിട്ടി റിസീവ് ആയതിനു ശേഷം അവര് ഒന്നില്ലെങ്കിൽ വേറെ അഡ്രസ്സ്, കസിൻസിന്റെ ആരെങ്കിലും അഡ്രസ്സ് അയച്ചുതരും, സെയിം സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അങ്ങനെ അയക്കണവരുണ്ട്. അതേപോലെ തന്നെ പിന്നെ ചിലവർ ഒരുപാട് സെന്റിമെന്റ്സും കാര്യങ്ങളും പറഞ്ഞിട്ട് മെയിൽ അയക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ദയവ് തോന്നിയിട്ട് നമ്മള് പാവം അവർക്ക് എന്തെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ കൊടുത്തിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുള്ളവരെന്ത് ചെയ്യും, അവര് വേറെ മെയിൽ ഐ ഡിന്ന് അയക്കണം. സെയിം അതേപോലെ തന്നെ വേറെ ടൈപ്പ് സെന്റിമെന്റ് പറഞ്ഞിട്ട് നോക്കുമ്പോ അഡ്രസ്സ് സെയിം ആയിരിക്കും. അപ്പൊ ഈ കിട്ടിയവര് തന്നെ വീണ്ടും നമ്മളെ പറ്റിച്ച് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കമ്പ്യൂട്ടറിലെ കംപ്ലീറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. അതിനുവേണ്ടി ഞാൻ സ്റ്റാഫ് നിർത്തിയിട്ടുണ്ട്, പുള്ളിക്കാരത്തി ആതിര. അപ്പൊ ആതിര നമ്മുടെ ഡ്രോയിങ് ഒക്കെ ചെയ്യണം, ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ തന്നെ ആതിര. അപ്പൊ ആതിരക്ക് ഇതെല്ലാം മനസ്സിലാവും. ആരൊക്കെ എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി അത്യാവശ്യം നല്ല ക്ലെവറാണ്. പുള്ളിക്കാരത്തി കണ്ടുപിടിച്ചിട്ട് എനിക്ക് അപ്പൊ തന്നെ എന്നെ ഇൻഫോം ചെയ്യും. അങ്ങനെ ഇന്ന് 30-ന് മേലെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ കൊടുത്തതില് 13 പേരെ ഫേക്ക് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് പല അഡ്രസ്സിൽ നിന്ന് പല ഫോൺ നമ്പർ നിന്ന് നമ്മളെ പറ്റിക്കാൻ നോക്കിയ 13 ആൾക്കാരെ നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിച്ച് ഞാൻ ശരിക്കും പറയാം, എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം എന്താ വെച്ചാല് നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യണത്, മനസ്സിലായോ? അത് ഈ എന്താ പറയാ, ഇപ്പൊ പ്രൈസ് വിന്നേഴ്സിനല്ലാണ്ട് കൂടെയും നമ്മൾ അതിന്റെ ഒരുപാട് സെന്റിമെന്റ് അയക്കുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിൽ പോലും ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഈ വിന്നേഴ്സ് നമ്മളെ പറ്റിക്കാൻ നോക്കണ്. അതേപോലെ തന്നെ ഈ സെന്റിമെന്റ് പറഞ്ഞ് മെയിൽ അയക്കണമായിരിക്കും നമ്മള് ഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരും നമ്മളെ വീണ്ടും നമ്മളെ പറ്റിക്കാൻ നോക്കണം. അപ്പൊ ഇങ്ങനെ നമ്മൾ പറ്റിക്കാൻ നോക്കണം. എനിക്ക് മനസ്സ് കൊടുത്തു. ഞാൻ വന്നപ്പോ തന്നെ ഭക്ഷണം എടുത്ത് പറഞ്ഞതാ, മതിയായിക്കോട്ടെ, ഇനി ഒരാൾക്കും കൊടുക്കട്ടെ, ഇനി എന്തെങ്കിലും റമദാൻ മാസം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ അതിന് അർഹതപ്പെട്ട ആൾക്കാർക്ക് ഡയറക്റ്റ് ഇപ്പൊ അജീത്ത് വഴി ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഡയറക്റ്റ് വഴി ഞങ്ങൾ പല ഇതിലും ഞങ്ങള് അതെ. പക്ഷെ പലരും ഈ ഇപ്പൊ നമ്മൾ 100 പേർക്ക് അയച്ചു കൊടുക്കണേല് ഈ അതിന്റെ അകത്തൊരു 10 പേരുണ്ടായിരുന്നാൽ മതി ഇതേപോലെ പറ്റിക്കുന്ന ആൾക്കാര്, ബാക്കിയുള്ളവരെ എഫക്ട് ചെയ്യും. മനസ്സിലായി? ബാക്കിയുള്ളവര് നമ്മളെ പറ്റിക്കണമായിട്ടുള്ള ഒരു ഫീല് നമുക്ക് വരും. നമുക്ക് ഡൗട്ട് ആയിരിക്കും. ഈ പ്രാവശ്യം നമ്മളിത് ഇത്ര നോമ്പ് ഇപ്പൊ 24ാമത്തെ നോമ്പായിട്ടുള്ളത്. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 380
ഡ്രസ്സിന് മേലെ അയച്ചു കഴിഞ്ഞു. Not only for winners, അതാണ് വിന്നേഴ്സിന് മാത്രമല്ല ഒരുപാട് സെന്റിമെന്റ്. ഞാൻ പറഞ്ഞത് ഇത്രയധികം മെയിൽ വരുമ്പോ അതിനകത്ത് സെന്റിമെന്റ്സ് കാര്യങ്ങളാണെന്നുള്ളത് അവർക്കും കൂടെ നമ്മൾ അയച്ചു കൊടുക്കും. ചിലവർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക്. പക്ഷെ ഇതോടെ മതിയാക്കി. ഇന്നത്തോടെ ഞാൻ ഇവരുടെ പറയണം, ഇനി ഈ പരിപാടിക്ക് നിൽക്കണ്ട. കാരണം വേണ്ട, നമ്മൊരു നല്ല കാര്യം ചെയ്യാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ചെയ്യാം, അതിന് അർഹതപ്പെട്ടവർക്ക് ചെയ്യാം. അല്ലാണ്ട് ഇതേപോലെ ക്വസ്റ്റ്യൻ ആൻസർ വെച്ച് വിന്നേഴ്സിനെ വെച്ച് അങ്ങനെയുള്ള പരിപാടിയുണ്ട്. മെയിൽ ഐ ഡി കൊടുത്തിട്ട് അതിന്റെ അതൊക്കെ അഡ്രസ് സെൻഡ് ചെയ്യാൻ പറയണം. വേണ്ട, അത് നിർത്തിക്കോ, ഇതോടെ നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ വന്നപ്പോ തന്നെ എനിക്ക് എന്താ വെച്ചാൽ അത്ര എന്തോ പോലെ ആയിപ്പോയി. കാരണം ഇത്രയധികം വില എല്ലാ സാധനങ്ങളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പറയാനുള്ളത്. നമ്മള് റമദാൻ മാസത്തിലെങ്കിലും നമ്മൾ ഭയങ്കര ട്രൂ ആയിട്ട് നിൽക്കുക. കാരണം ഒരാളെ പറ്റിച്ചിട്ട് ഒരു സംഭവം അയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുക എന്നുള്ളത് അത് ഭയങ്കര മോശമാണ്. ലൈഫിൽ ആക്രമണം പാടില്ല, നമ്മൾ ഗ്രീഡി ആയിരിക്കരുത്. നോട്ട് ബി ഗ്രീഡി. ഭയങ്കര ഗ്രീഡിനെസ് കാണിച്ചിട്ട് അത് കിട്ടാൻ പോണില്ല. ഇപ്പൊ കണ്ടില്ലേ, കണ്ടുപിടിച്ചതും പറ്റിച്ചിട്ട് ഒരാളുടെ നമ്മള് ഒരു സാധനം നേടാൻ നമ്മൾ നോക്കരുത്. കർമ്മ എന്ന് പറയുന്ന സംഭവം ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നതാണ്. ഒരാളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു പ്രാവശ്യം നമുക്ക് തിരിച്ചടിച്ചിരിക്കും. അത് 100% ഷുവറാണ്. ഓക്കെ, അപ്പം ഇനി മുതൽ അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ കാര്യങ്ങളൊന്നും ഇല്ല. നോർമലി റംസാൻ ബ്ലോഗ്, നമ്മുടെ ബ്ലോഗ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമന്റ് ഇടുക. അത് നിങ്ങളുടെ മൈൻഡ് അനുസരിച്ചിരിക്കും. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ ഞങ്ങൾ ഒന്നും ആളല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ഇടുക. നല്ല കമന്റ് ഇടണവർക്ക് നല്ല കമന്റ് ഇടാം, തെറി പറയേണ്ടവർക്ക് ഇനി തെറിയും പറയാം. ഓക്കെ, ഇതാണ് സംഭവം. കൺഫ്യൂഷൻ. അപ്പൊ നമുക്ക് നമ്മളെ റെസിപ്പിയിലോട്ട് പോവാം. ഇന്ന് നമുക്കൊരു ചിക്കൻ ബൺ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ആൻഡ് ലെറ്റ് മീ ഷോ യു ഹൗ ടു പ്രിപ്പയർ. അപ്പൊ ചിക്കൻ ബണ്ണിനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിക്കുന്ന മുമ്പ് ലെറ്റ്സ് പ്രിപ്പയർ എ ഡോ. ഡോന് വേണ്ടിട്ട് ഹായ് ക്യാഷു തീർന്നോ? ക്യാഷു ഉമ്മി തരും. ഗോ ഉമ്മി തരും. ക്യാഷു ഉമ്മി തരും. ക്യാഷു അതുകൊണ്ട് ചിരിക്കണോക്കെ പൈസ ക്യാഷ് തന്നെ ബേബിക്ക്. അയ്യോ, സങ്കടപ്പെട്ട് കഴിക്കണം. അതെന്തിനാണ് അങ്ങനത്തെ ഡ്രാമ? ഡ്രാമക്ക് അവളെ പുല്ലടിച്ചല്ല അങ്ങനെ കളിക്കണം. നേരത്തെ ചാനലിന്റെ വീഡിയോ കണ്ടിട്ട് മിസ് ചെയ്യണം. പറയാനറിഞ്ഞൂടല്ലോ. സോ പോയപ്പോ നമ്മളെല്ലാം കറിച്ചില്ല. അപ്പൊ അത് സോണി ഇങ്ങനെ കാണിച്ചു, കൊറേ കണ്ട് ചിരിച്ച് കൊറേ സോണിയൊക്കെ എന്താ മിസ് ചെയ്യണ്ട, പറയാനറിഞ്ഞൂടല്ലോ. അപ്പൊ ഡോന് വേണ്ടിട്ട് മൈദ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് ഞാൻ. സോ കേർഡ്, ഒരു ഹാഫ് ബൗൾ കേർഡും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഡോ അങ്ങനെ റെഡിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ലെറ്റ്സ് മാരിനേറ്റ് ദി ചിക്കൻ. അതിന് ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അത്ര എടുത്തോളൂ. ഞാൻ എല്ലാവർക്കും ഓരോ ബൺ ടൈപ്പാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത്ര ചിക്കൻ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ചിക്കൻ മസാല, പെപ്പർ പൗഡർ, ഗരം മസാല, മല്ലിപ്പൊടി, ചില്ലി പൗഡർ, ഇതെന്താ ടർമറിക് പൗഡർ, പിന്നെ കുറച്ച് കസൂരി മേത്തി ഉണ്ട്, ഇവിടെ കാണാൻ പറ്റില്ല, കൊറിയാൻഡർ ലീവ്സ്. ലെറ്റ്സ് മിക്സ് ഓൾ ടുഗദർ. ഞാൻ ഒറ്റക്കാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബേബി കിടക്കാൻ പോയി കുറച്ച് നേരം. രാവിലെ മുതൽ ഓട്ടമായിരുന്നു പാവ, ഗിഫ്റ്റ് പാക്കിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ. ഓ മൈ ഗോഡ്, സിറാമിക് ആയിരുന്നു അത്. ഓക്കെ, അതിലോട്ട് കുറച്ച് കേർഡ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഒരു സ്പൂൺ കേർഡ് ഇടുന്നുണ്ട്. ആൻഡ് സോൾട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിനി മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡോ ആൻഡ് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഒരു 10 to 15 മിനിറ്റ്സ് റെസ്റ്റ് ആവാൻ വെക്കാം. ഗൈസ്, അത് മാരിനേറ്റ് ആവുന്ന ടൈമിൽ ഉള്ള ബ്രെഡ് എടുത്തിട്ട് അതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട്. കൺഫ്യൂസ്ഡ് ആവണ്ടായി, ഇത് നമ്മുടെ മറ്റേ റെസിപ്പിക്കല്ല. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പരത്തിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക്
നോട്ട് ഹാവിങ് എൻ ഐഡിയ എന്ത് ചെയ്യുമെന്ന്. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു, ഒരു 5-6 ബ്രെഡ് ഉണ്ടായിരുന്നു. ഐ തോട്ട് അപ്പോൾ ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചതില്ലേ, അപ്പൊ അത്ര ചിക്കൻ ചിലപ്പോ നമുക്ക് ഫസ്റ്റ് റെസിപ്പിക്ക് ആവശ്യം വരൂല. അപ്പൊ ഞാൻ എന്തായാലും എല്ലാം ഫ്രൈ ചെയ്യും മാരിനേറ്റ് ചെയ്ത സ്ഥിതിക്കും. അത് തന്നെ വെച്ചിട്ട് ഈ ബ്രെഡിൽ എന്തെങ്കിലും പണിയാവും വിചാരിച്ചു. അപ്പോൾ ഒരു 1 2 3 4 5 6 7 ബ്രെഡ് എടുത്തിട്ട് ഞാൻ എല്ലാം ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട്, ചപ്പാത്തി പോലെ. പക്ഷെ കുറച്ച് നല്ല ഫ്രഷ് ബ്രെഡ് ഉണ്ടാവൂലേ, സോഫ്റ്റ് ആയിട്ട്, അതാണ് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടണം നമുക്ക്. ഇത് കുറച്ച് പൊടിഞ്ഞു പോണുണ്ട്. എന്റെ പാടായിരിക്കും ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ട്രൈ ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ സോനു ഒരു ഫോൺ കോളിലാണ്, അത് കഴിഞ്ഞിട്ട് ഷീ മൈറ്റ് ജോയിൻ മീ. അപ്പോൾ ആ സമയത്ത് ഞാൻ കടികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോനു എന്തോ കസ്റ്റർഡ് ഡ്രിങ്കിൽ മാംഗോ ചങ്ക്സ് ഇട്ടിട്ട് അങ്ങനെ എന്തോ ഉണ്ടാക്കണമെന്ന് പറയണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ബ്രെഡ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡിൽ നിന്നൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ക്രംസ് പോലെ എടുത്ത്, ഐ മീൻ ക്രംസ് ആക്കി എടുക്കാനത്. അപ്പൊ ഇത് മാരിനേറ്റ് ആയത് മതി, നമുക്കിനി ഫ്രൈ ചെയ്യാം. അപ്പൊ ഞാൻ പാനില് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഞാൻ ബട്ടർ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാൻ പോണത്. ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ തിങ്സ് ടു ഡു. അപ്പോൾ ഓക്കെ, ബട്ടറിൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ എടുത്തിട്ട് വന്നിട്ടില്ല. ചിലപ്പോൾ ഞാനിത് 2 സെറ്റാക്കേണ്ടി വരും. നമ്മൾ ബണ്ണിന് ഇത്ര മതി തോന്നും. ഓക്കെ, അത് നല്ലോണം ഇല്ലിട്ട് നമുക്ക്. അപ്പോൾ Sonu, after a phone call, she came back and prepared the custard drink. And സ്പൂണിലെടുത്തെടുത്തിരുന്നു. അപ്പോൾ I'm gonna add cheese slice to the recipe. 2 സ്ലൈസ് ആഡ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ചീസിന് ഒരു ക്ഷാമമില്ലാത്തതുകൊണ്ടിട്ട് 2 സ്ലൈസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ലോണം അത് മെൽറ്റ് ആവട്ടെ. കഴിക്കുന്നുണ്ടല്ലോ, എന്താ ചിക്കൻ പിടിപ്പിക്കുക, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ട്. ആ ചീസില്ലാത്ത ചിക്കൻ എനിക്ക് കേൾക്കാമല്ലോ. ഓ, ഇത് കാണുമ്പോൾ ടർക്കിഷ് ചിക്കൻ ഓർമ്മ വന്നു. ഗൈസ്, ഡു യു റിമെമ്പർ ആ ടർക്കിഷ് ചിക്കൻ പണ്ടത്തെ? പിന്നെ ഉണ്ടാക്കിയിട്ടില്ല, അല്ല പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ. പക്ഷേ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ. നിങ്ങൾ കാണിച്ചിട്ടില്ല ടേസ്റ്റ്. നോക്കാം എപ്പോഴെങ്കിലും. ഇനി എനിക്ക് ടൈം ഉണ്ടാവും തോന്നുന്നില്ല, ഞാൻ കുറച്ച് ബിസി ആയിരിക്കും വേറെ കാര്യത്തിൽ. ടൈം ഉണ്ടെങ്കിൽ നേരെ കാണിക്കും ഉണ്ടാക്കിയിട്ട് ഒന്നുകൂടെ നമ്മളെ ന്യൂ വ്യൂവേഴ്സിന് വേണ്ടി. ചീസിട്ടൊക്കെ തന്നെ കണ്ടില്ലേ, ഒരു വാവ് ഫീൽ. ഇനി കുറച്ച് സോസ് മാച്ച് ചെയ്യാം നമുക്ക്. ഓക്കെ, I'm gonna add some tomato ketchup and veg mayo and tandoori mayo. Okay, all ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് let's mix all together. It looks so juicy. Yeah, it looks so delicious. അടിപൊളിയായിരിക്കും എനിക്കൊരു ഡൗട്ട് ഇല്ല ഗൈസ്. എന്താന്ന് അടിപൊളിയായിരിക്കും എനിക്ക് ഉറപ്പാണ്. ഞാൻ എല്ലാ റെസിപ്പിയും കുക്ക് ചെയ്തിട്ട് ഇഫ്താറിന്റെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട്, എന്റെ മുഖം കാണില്ലല്ലോ, ഇഫ്താറിന്റെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് കൊള്ളാമെങ്കിൽ ഞാൻ പറയുമല്ലോ കൊള്ളാൻ നിങ്ങൾ ചെയ്യുന്ന. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഡോണ്ട് ട്രൈ ദിസ് ഗൈസ്, കൊള്ളൂല. ഇത് ഞാൻ കണ്ടിട്ട് തന്നെ പറയാനായിട്ട്. മെഡിക്കൽ സ്റ്റോറിന്റെ അടുത്ത് നീ നിക്കണ പോലെ ഉണ്ട് ബേബിയുടെ സപ്ലിമെന്റ്സ് ഒക്കെ. സി ഡി ജി അയൺ വൈറ്റമിൻ. ബേബി ഫുൾ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഇപ്പൊ.
അപ്പത്തേക്ക് നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കിയ ഡ്രിങ്ക് ഉണ്ടല്ലോ, അതിലപ്പോ ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചു. ചൂടാറാൻ നോക്കുമ്പോൾ എന്നാലും കട്ടകളൊക്കെ വരും. അപ്പൊ എന്ത് ചെയ്യണം? I think it's better to come this side because the frame is not good. നല്ല ഫ്രെയിം അല്ല, ഒരു വൈബ് ഇല്ല കിച്ചൺ. ഇതായത് ഒരു വൈബ് ഉണ്ട് കിച്ചൺ. ഇതാണ് സർച്ച് സാധനങ്ങൾ ഉണ്ടാക്കണ വഴി. Yeah. അപ്പൊ ആ പാല് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോ ഇതുപോലെ ഫോം ആയിട്ട് വരും, നല്ല ഇങ്ങനെ പതഞ്ഞ്. അപ്പൊ അതിലേക്ക് അപ്പൊ ഞാൻ Do അടിച്ചു. you want to add ice cream? ബാക്കിയുള്ളത് യമ്മൂനടുത്ത് കളിച്ച് കളിച്ച് ഫുള്ള് പ്രയോഗമാണ്. idea. ഐഡിയ, ഇറ്റ്സ് ഗുഡ് ഐഡിയ. Yeah. യമ്മൂനോട് കളിച്ചു രസോടി. ഞാൻ പബ്ലിക്കിലൊക്കെ ഇങ്ങനെ കാറ്റ്സിനൊക്കെ കാണുമ്പോ നമ്മ ഫുൾ അവന്റെ ടോണാണ് ഇപ്പൊ. അവിടെ നിങ്ങളടുത്ത് മാത്രമാണ് കൈസ് കാണിക്കാത്തത്, നമ്മളെ അടുത്ത് ഫുൾ ക്യൂട്ട് എക്സ്പ്രഷൻസ് ആണ് അവിടെ. കൊച്ചു നല്ല അടിപൊളിയായിട്ട് കളിക്കണം, ക്യൂട്ട് എക്സ്പ്രഷൻ കാര്യങ്ങളും ഫുള്ള് ഡാൻസ്. ക്യാമറ കണ്ടവന്റെ ടീച്ചർ എക്സ്ട്രാ ടീച്ചർ ഒന്നും അറിഞ്ഞൂടാ. ബേബി ഈസ് നോട്ട് ബേബിങ്. അപ്പൊ ക്യാമറ കണ്ടപ്പോ തന്നെ വലിയ ഇഗ്നോറൻസ്. കളിക്കേണ്ട കളിക്കൂട്ടെ. അപ്പൊ അങ്ങനെ കളിക്കണം. ഇപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, അവനിങ്ങനെ ചിന്തിക്കണ ആ ചിന്തിക്കണ ആക്സിഡന്റ് ഐഡിയ അത് പറയൂ. ഐഡിയ. പിന്നെന്താ പറയല ഐഡിയ. കളേഴ്സ് പറയും. ഓവേ, ഏവോ, ഗീ, അങ്ങനെ പറയും. പക്ഷെ എല്ലാം പറയും. പക്ഷെ ക്യാമറ കാണിക്കാൻ വേണ്ടി ക്യാമറ ഇങ്ങനെ എടുത്താൽ നല്ലതാ, കണ്ണു കിട്ടാതിരിക്കാൻ. അല്ല നീ കാര്യത്തിലോട്ട് വായിപ്പാ. എപ്പോഴും കാര്യം പറഞ്ഞപ്പോ അപ്പൊ തന്നെ അടിച്ചിട്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇത് 2 പാത്രത്തിൽ ഇടാൻ പറ്റുമല്ലോ, അതാണ് ഞാൻ പിന്നെ വെച്ചത്. ഇതിലെല്ലാം കൂടെ തകിയൂല. ഓക്കെ. ഇത് 2 തരം മാങ്ങയുണ്ട്. ഒരു മാങ്ങ ഇങ്ങനെ ഫൈബർ കൂടിയത്, ഇങ്ങനെ നാല് കൂടുതലുള്ള മാങ്ങയാണ്. അതാണ് ഇങ്ങനെ ചമ്മന്തിയായിട്ടിരിക്കുന്നത്. ഞാനും വിചാരിച്ചു. ഒരു മാങ്ങ ഇങ്ങനെ 4 പോലത്തെ മാങ്ങയാണ്, ഫൈബർ ഇങ്ങനെ കൂടിയ കണ്ടില്ല. ഒരു കഷ്ണം മാങ്ങ. അതിനൊരു ഇതില് വേണ്ടേ? മതി. ഇന്നൊരു ഇതിന് ഇടണ്ടേ? കഴിക്കാണ്ടോ? മതി മതി മതി. ഓക്കെ. എന്റെ പൊക്കത്ത് ആഡ് ചെയ്യാം. പിടിച്ച നോക്കട്ടെ. കസ്റ്റർഡ് മാംഗോ ഡ്രിങ്ക്. അത്ര വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ട്. മാംഗോ ഡ്രിങ്ക് ഡ്രിങ്ക് ഈസ് റെഡി. അപ്പോ ഡോ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ട്. നമുക്ക് ഒന്ന് പറത്തി കൊടുക്ക. ഈ പറത്തൽ പിടിക്കലൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതൊട്ടൂലേ? ശരി, അതിൽ എണ്ണ ഇടണം കേട്ടോ. അതാണ് പോയി. ഇതിൽ എണ്ണ ഇട്ടിട്ടുണ്ട്, ഇതിൽ എണ്ണ ഇട്ടിട്ടില്ല. അപ്പൊ എണ്ണ ഇരട്ടിയെന്ന്. നമ്മളങ്ങനെ വീട്ടില് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാറില്ല, നമ്മൾ റെഡിമെയ്ഡാണ് മേടിക്കണം. സോ ഇത് ഇപ്പോഴാണ് യൂസ് വരണത് ഗൈസ്. മറ്റേ ഭൂരിയൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഭൂരി വരെ റെഡിമെയ്ഡായിട്ട് കിട്ടും. ഭൂരി ഭൂരി ഭൂരി. അപ്പോ മിക്സ് ആക്കിട്ട് അല്ല, ഇപ്പൊ വേറെ ആരെങ്ങാണെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചതൊക്കെ ഇതിനെ ബേബി തന്നെ പറഞ്ഞേ കട്ട് ഷോട്ട് അടുത്ത എടുക്ക. പക്ഷെ എനിക്കിഷ്ടമല്ല എന്റെ ബ്ലോഗിൽ ഞാൻ ഉള്ള പോലെ കാണണം. എനിക്ക് വേണമെങ്കിൽ എസ്തറ്റിക് ആയിട്ട് ഇവിടെ ഫുൾ സെറ്റ് ആക്കിയിട്ട് ഫുൾ എസ്തറ്റിക് കുക്കിംഗ് വീഡിയോസ് വൈബില് ഫുൾ നിങ്ങൾക്ക് നാച്ചുറൽ നോർമൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് അത്രയൊന്നും വലിയ സംഭവം എല്ലാം തോന്നണം. നമുക്ക് അബദ്ധങ്ങൾ പറ്റാം. ദാറ്റ്സ് ഇറ്റ്. അബദ്ധങ്ങൾ പറ്റിയത് നമുക്ക് എടുക്കാം. പൊളിഞ്ഞു പോയി പാളീസായ റെസിപ്പികൾ നമ്മൾ വേണ്ടത് പറയും. എനിക്ക് അങ്ങനെ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എന്റെ മിക്കപ്പോഴും പാളുപോട്ടെ. ഞാൻ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കുറവ് ശരിയായില്ല എന്ന് പറയും. പക്ഷെ എന്തോ മറന്നുപോയി. കഴിഞ്ഞ ഞാൻ 2 ഐറ്റത്തിൽ കട്ട്ലേറ്റിൽ ഉപ്പൂടിപ്പോയി. പിന്നെ എന്തിനും ഉപ്പൂടി? ചട്ടിപ്പത്തിരി മറ്റേ സമോസയുടെ ലീഫ് വെച്ച് അതിലും ഉപ്പൂടിപ്പോയി. പിന്നെ നമുക്ക് നോമ്പിന്റെ സമയത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു കുഴപ്പവും. സോ ഇത് ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്തു.
മസാല കൂടിപ്പോയാ? മസാല കൂടിപ്പോയാ? വെച്ചതാ? ആ, ഈ ചെറിയ ചപ്പാത്തിയല്ലേ അല്ലേ? മൂടാൻ പറ്റുമോ? എന്നിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കും. മൂടാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പരത്തി കൊടുക്കും. യെസ്. ജസ്റ്റ് അല്ലേ, ഭയങ്കര പരത്തി കൊടുത്താൽ മറ്റേല്ലാം അവിടെ പുറത്തു വരുമെന്ന് തോന്നുന്നു. ഞാൻ പണ്ടേ പറഞ്ഞതായിരിക്കും പരത്തലകരെ ശീലമില്ല അതൊക്കെ. വന്നുണ്ട് മസാല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് മസാല ഇടണമെന്ന് തോന്നുന്നു. പാച്ച് വർക്ക് ചെയ്യണം. കുറച്ചുകൂടി മാവ് കുറച്ചുകൂടി കട്ടിയാക്കണമെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോ കട്ടിയാക്കണം. അല്ല, മാവ് ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാ. നിങ്ങൾ തിക്കായിട്ട് എടുക്കണം. എന്തറിയോ, നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതല്ല, ഐ മീൻ ഡീപ് ഫ്രൈ ചെയ്യാനുള്ളതല്ല, തവത്തിലാണ് എടുക്കേണ്ടത്. ഇത് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ചെയ്തെടുക്കണ്ട. അപ്പൊ നിങ്ങള് ഇത് കട്ടിയായി പോയ ഡോ കട്ടിയായി പോയി കടലൊക്കെ കിട്ടൂലേ, കടികള്, അങ്ങനെയാവും. അത് സുഖം ഉണ്ടാവൂല. മതി. അപ്പൊ കൈ കൊണ്ട് തന്നെ പരത്തിയെടുത്തിയാണ് അതാ ചെയ്തോണ്ടിരിക്കണം. അതിന്റെ ആവശ്യമില്ല നമുക്ക്. ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയാൽ മതി നമുക്ക്. അപ്പൊ കയ്യില് പരത്തി എടുക്കാം. നല്ലായിരിക്കും തിന്നാൻ. എനിക്കൊരു തോന്നുന്നുണ്ടാകും, ഒരു ഇൻസ്റ്റന്റ് മനസ്സിൽ നിന്ന് ഗട്ട് ഫീലിംഗ് പറയണ്ടേ എന്റെ. പൊളിയായിരിക്കും. സോ കണ്ടില്ലേ, ഇത്രയോളം സംഭവം. ഇനി നമുക്കെല്ലാം ഇതുപോലെ ബൺ പോലെ ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, ക്യൂട്ട് റൈറ്റ്. നിങ്ങൾക്ക് ഫ്ലാറ്റ് ആക്കണമെങ്കിൽ ഒന്നും കൂടെ ഫ്ലാറ്റ് ആക്കി എടുത്തോ. അടിച്ചാൽ മതി. നല്ലോണം ഫ്ലാറ്റ് ആക്കണമെങ്കിൽ അതുപോലെ എടുക്കാം. അപ്പൊ ക്യൂട്ട് എല്ലാം ആക്കിയാൽ നമുക്ക് വരും. ഓക്കെ. Chicken bun is almost ready. No, it's ready. അപ്പോ അത് ഫ്രൈ ചെയ്യണ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് റെസിപ്പി. നേരത്തെ ഞാനിത് ബട്ടറിലാണ് ഫ്രൈ ചെയ്തത്. ഇപ്പൊ കുറച്ച് കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ പോണത്. ആൻഡ് നേരത്തെ ഞാൻ സോസ്, ചീസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും ആഡ് ചെയ്യാൻ പോണില്ല. ജസ്റ്റ് അങ്ങനെ ഫ്രൈ. കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഫ്രോസൺ കോൺസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെയ്യാം. ഇതും ആഡ് ചെയ്യുന്നുണ്ട്. ഗൈസ്, കുറച്ച് ചോപ്ഡ് ബെൽ പെപ്പേഴ്സ്, ക്യാപ്സിക്കം ഇടാം എന്ന് മനസ്സ് പറഞ്ഞത് കൊണ്ട് ഞാൻ കുറച്ച് യെല്ലോ ബെൽ പെപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ആഡ് ദാറ്റ് ഓൾസോ. ഇതൊക്കെ കറണ്ട് റെസിപ്പീസ് ആട്ടോ. കറണ്ട് മൈൻഡിൽ തോന്നുന്നത് പെട്ടെന്ന് ഇങ്ങനെ മൈൻഡിൽ വരുന്നതാണ് ഉണ്ടാക്കണേ. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ എനിക്ക് ആദ്യമേ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. സോ സോറി ഫോർ ദാറ്റ്. എന്നെ അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഭയങ്കര ഷെഫ് മോഡൽ കുക്കിങ്ങും ഭയങ്കര എസ്തറ്റിക്സ് ആയിട്ടുള്ള കുക്കിങ്സ് അതൊന്നും വേണ്ട. എനിക്ക് മൈ വ്യൂവേഴ്സ് ഷുഡ് നോ, കാണുമ്പോൾ തന്നെ ഇത് കുക്ക് ചെയ്യാം, ഈസിയാണ്, അല്ലെങ്കിൽ കുക്ക് ദിസ് എന്നുള്ളൊരു ഫീൽ പറയണം. സിമ്പിളായി തോന്നണം, നോർമലായി തോന്നണം. ലെറ്റ്സ് നോട്ട് മേക്ക് ഇറ്റ് ടാസ്ക്, വെരി ടാസ്ക് ആവണം. അതുകൊണ്ടാണ് സിമ്പിൾ വേയിൽ നിങ്ങളെ കാമായിട്ട് പറഞ്ഞു തരണം. ഓക്കെ. ഇനി ചിക്കനൊക്കെ ഒന്ന് ടെൻഡറാണ്, അപ്പോൾ സോഫ്റ്റ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒടിച്ച് കൊടുക്കാൻ പറ്റും. കുറച്ച് ഫ്രൈ ആകുമ്പോൾ തന്നെ അങ്ങനെ ഒന്ന് എല്ലാം ഒന്ന് ഒടിച്ച് കൊടുത്തേക്കാം കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഈ മസാലയുടെ കൂടെ ഒരു ഇച്ചിരി ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഐ ഫീൽ ഞാൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ടത് മാത്രം അതിൽ ഇരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് ആയിട്ട് ഒരു മസാല ആയിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ആഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദ ഫില്ലിംഗ് ഈസ് ഓൾമോസ്റ്റ് റെഡി. ഒന്നുമില്ല. അപ്പോൾ നമുക്കിത് ആ ബ്രെഡിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ഹാർഡ് ആയത് കൊണ്ടിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ കട്ടാവുന്ന എനിക്ക് ഉറപ്പാണ്. ബിക്കോസ് ഇത് ഇന്ന് മേടിച്ചല്ല, കുറച്ച് ദിവസമായി. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഫ്രഷ്, ബട്ട് ഡേറ്റ് ഒന്നും എക്സ്പയർഡ് ആയിട്ടില്ല. വി ക്യാൻ ഈറ്റ്. അപ്പോൾ മടക്കുമ്പോൾ കട്ടാവുന്ന ഇത്. അപ്പോൾ ഞാൻ ഭയങ്കര അതിബുദ്ധിയല്ല എനിക്ക്. അപ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ടെടുക്കാന്ന് വിചാരിച്ചു. വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ
ഭയങ്കര ഇതാവാൻ വേണ്ടിട്ട് ഫുള്ള് പാളി. അപ്പൊ ഇങ്ങനെ ആക്കി കിട്ടിയിട്ടുണ്ട്, ഒരു ഉണ്ണക്കായ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് വെള്ളത്തിൽ മുക്കരുത്. കൈ കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ. ഇത്ര കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കണോന്ന് ഒരു ചോദ്യം വരും നിങ്ങൾക്ക്. പക്ഷെ ഉണ്ടാക്കണം, നോമ്പ് പിടിച്ചല്ലേ നമ്മൾ. അപ്പൊ എന്തെങ്കിലും കഴിക്കട്ടെ, വെറുതെ ആ ബ്രെഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ. കൈവച്ച് തൊട്ടപ്പോ ഇറ്റ്സ് ഫൈൻ, ബെറ്റർ, നോട്ട് സോ ഗുഡ് ബട്ട് ബെറ്റർ. നമുക്കൊന്ന് വെള്ളം വെച്ച് തന്നെ ഇങ്ങനെ ഇതാക്കാം. എന്നാൽ ഞാൻ മൈദ അവിടെ ഇതാക്കിയിട്ടുണ്ട്, കലക്കി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഇതൊന്നും ആ പ്ലേസിൽ നിൽക്കണ്ടേ. കുറച്ചുകൂടെ വലിയ ബ്രെഡ് ആയിരുന്നെങ്കിൽ കൊള്ളാം. സാൻഡ്വിച്ച് ബ്രെഡ് ആയിരുന്നെങ്കിൽ കുറച്ച് വലുതായിട്ട് കിട്ടിയാനെ. ഞാനിപ്പോൾ ഉള്ളത് വെച്ച് ഓണമല്ലേ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഉള്ളത് കൊണ്ടിട്ട് നോമ്പ് അപ്പൊ അത് വെച്ച് സെറ്റാക്കി വെക്കണം. നമുക്ക് കഴിക്കാം, സെറ്റാക്കാം. വിട്ടു പോകരുത് കേട്ടാ. ഒന്നാമത് എനിക്ക് ദേഷ്യം ബ്രെഡിനോട് മിണ്ടാതെ ഉണ്ടാവും. നീ മുടിയുടെ സ്റ്റൈല് മാറ്റിയ പിന്നെന്താ പഫോടെ മാറ്റി. അത് സുനുവിന് ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല ഇപ്പൊ, അത് ഞാൻ ഇടാറില്ലല്ലോ. അപ്പൊ ഇന്നലെ വീട്ടിൽ നിന്ന് വീഡിയോ കോൾ വന്നപ്പോ ഷാലുടെ മമ്മിയൊക്കെ പറഞ്ഞു അങ്ങനെ ഇടാൻ. അപ്പൊ അതുകൊണ്ട് ഇട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ വേണ്ട മഷുമീൻ സുനു വേണ്ട മഷുമീൻ എനിക്കൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെ ക്യാമറ നോക്കിയപ്പോ പഫ് കാണാനില്ലല്ലോ. അത് ആദ്യം മുടി അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ല. അപ്പൊ മുടി പഫ് കെട്ടി. പിന്നെ ഞാൻ നോക്കിയില്ല, ഇപ്പളേ ശ്രദ്ധിക്കണം. എനിക്ക് നേരെ ഇടുന്നത് ഇഷ്ടം. അപ്പൊ ഇതൊക്കെ ചെയ്യട്ടെ. സോന എന്തോ കാര്യം ചെയ്യണമായിരുന്നല്ലോ. ഞാൻ കട്ട്ലേറ്റിനുള്ളത് വേവിക്കാൻ വെച്ച്. ചീസ് എബുവിന്റെ എബു എങ്ങനെ അടിക്കണത്? ഓ നോ, എല്ലാം കിട്ടി. നേരത്തെ പറഞ്ഞില്ലോ തളർച്ചുണ്ട്, വിശപ്പുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ഷോ ആയിരുന്നില്ലേ. എനിക്ക് കുഴപ്പമില്ല, ഇപ്പൊ തുടങ്ങി. ഇതുപോലെ ആണ് എനിക്ക്. ഇത് ചെയ്തിട്ട് വേണം പോയിട്ടൊന്നിരിക്കാൻ. ഇങ്ങനെ ബ്രെഡ് അമക്കി നിങ്ങൾ ഒരു നല്ല ബ്രെഡൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്യട്ടാ. റെസിപ്പി മനസ്സിലായില്ലേ? ഇങ്ങനെ ഒന്നും ചെയ്യണ്ട, നന്നായിട്ട് ചെയ്യാം. ബ്രെഡൊക്കെ വെച്ച് ഇതുപോലെ പിടിച്ച് ഇങ്ങനെ റോളാക്കി വെക്കാം. അപ്പൊ ഗൈസ് ഫുൾ റോളാക്കി വെക്കട്ടെ. ഗൈസ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ എനിക്കൊരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ട്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പൊ അത് ഞാൻ ഇപ്പൊ തന്നെ ഫ്രൈ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, എഗ് എടുത്തിട്ടുണ്ട്. എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ ഡീപ് ഫ്രൈ ചെയ്യാൻ പോണേ. ഓക്കെ, എന്തായാലും അത് ഒപ്പിച്ചെടുത്ത് വേസ്റ്റ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഉള്ളിലത്തെ മസാല വെച്ച് നോക്കുമ്പോൾ ഇറ്റ് മൈറ്റ് ബി ടേസ്റ്റി. നമുക്ക് നോക്കാം. അപ്പോൾ പെട്ടെന്ന് അത് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇത് ആരെയും കൊണ്ടുപോയാണ് ഷൂട്ട് ചെയ്യാൻ. ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നാൽ എൻ്റെ ഫുള്ള് കിളി പോകും. അത്രയ്ക്ക് ഞാൻ ഒരു ഓപ്പറേഷൻ ചെയ്യണമല്ലോ. ഇതിലാണ് എല്ലാ കൈയും കാലൊക്കെ യൂസ് ചെയ്തോണ്ടിരിക്കും. കാലില്ല, 2 കൈ. Last one, guys. Seriously, we made it. Okay, ഡെലിക്കേറ്റ് ഫ്രജൈൽ എന്ന് പറയില്ലേ, അതുപോലെ ഭയങ്കര ഹാൻഡിൽ വിത്ത് കെയർ. പിടിച്ച് മറിച്ച് നമുക്ക് ഇടട്ടെ. നോക്കൂ, അതിന്റെ കോഴ നോക്കൂ, സക്സസ്ഫുൾ ആയിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് ഞാൻ ആദ്യമായിട്ടുണ്ട്, കുറച്ച് ഓവർ ഫ്രൈ ആയി. കുഴപ്പമില്ല, ഞാൻ കഴിച്ചു. ആദ്യത്തെ ഓവർ ഫ്രൈ, രണ്ടാമത്തത് മീഡിയം. അല്ല, ബേബിക്ക് ഈ ഒരു പരിവാണ്. ഈ കളറിനെങ്കിൽ ചോദിക്കും എന്താ പൊരിക്കാത്ത, നല്ലോണം മുരിഞ്ഞില്ലല്ല. ഇനിത് ഒരു ടിഷ്യൂല് ഇതാക്കിയിട്ട് വേണം വെക്കാൻ, എണ്ണ പിടിക്കാത്ത പോലെ. സോ ഗൈസ്, ഫൈനലി വി മെയ്ഡ് ഇറ്റ്. അതാണ് പറയണേ, യു ഹാവ് ടു ട്രൈ. നമുക്ക് പറ്റൂലാന്ന് വിട്ടാൽ എന്തുവായിരുന്നു, ഒരു കടി അവിടെ ഇല്ലാതാവുമായിരുന്നു. എന്താണ് പറയാനുള്ളേ? ഒന്നും പറയാനില്ല. അപ്പൊ ഞാനത് പകുതി വെച്ച് അവിടെ വിട്ടായിരുന്നെങ്കിൽ നമ്മുടെ ബ്രെഡ് വേസ്റ്റ്, മസാല വേസ്റ്റ് എല്ലാം വേസ്റ്റ്. ഞാൻ അത്ര പറയാൻ റീസൺ എന്താ പറയുക, ഇറ്റ് വാസ് റിയലി ടഫ് ഫോർ മീ. അത്രക്ക് ടഫായിരുന്നു. അത് കയ്യിൽ ഇങ്ങനെ ഒട്ടണ്, ബ്രെഡ് പൊടിഞ്ഞു പോണ്, മൊത്തത്തിൽ ടാസ്ക് ആയിരുന്നു. പക്ഷെ അത് ഓവറോൾ ഇപ്പൊ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട്
മുട്ട മുക്കി പൊരിക്കുമ്പോ ഒരു മണം ഉണ്ടാവും, എനിക്ക് ഇഷ്ടമുള്ളത്. അപ്പോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മുടെ ചിക്കൻ ബൺ പിന്നെ നമുക്ക് സെറ്റ് ആക്കാം. സോ കട്ട്ലെറ്റ് സോന ഉണ്ടാക്കുന്നുണ്ട്. മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി യു ഡോണ്ട് വാണ്ട് നോ ദ റെസിപ്പി റൈറ്റ്, ബിക്കോസ് റെസിപ്പി ഓൾറെഡി പണ്ട് തൊട്ട് നമ്മൾ ഇടുന്നുണ്ട്. ഡീറ്റെയിൽഡ് റെസിപ്പി പണ്ട് സോനയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കട്ട്ലെറ്റ് സെർച്ച് ചെയ്താൽ മതി, ഇത് വരും. അപ്പോ നമുക്കിനി കുറച്ച് കഴിഞ്ഞ് കാണാം. എന്താ സോനു പരിപാടി? എണീറ്റാണ് അവൻ. ഒന്നും കേൾക്കുള്ള ഉറങ്ങിക്കും. ഞാൻ കിച്ചണിലായിരുന്നു. അപ്പോൾ അവൻ ഉറക്കിയിട്ടല്ലേ നേരത്തെ ഞാൻ പോയത്. അപ്പോൾ അവൻ എണീറ്റ് ആക്കാൻ തുടങ്ങി. അപ്പോൾ ബാന്ന് പറയുമ്പോൾ കിടന്നു പോയിട്ട് നൈറ്റും അങ്ങനെ. ഞാൻ ഇല്ലെങ്കിൽ അവന് അപ്പം തന്നെ പോയി കിടക്കും. ഞാൻ വാഷ്റൂമിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് നോമ്പ് പിടിച്ചിട്ടുണ്ട്. 2ാമത്തെ നോമ്പ് അല്ലേ? സൈഗു എല്ലാം പിടിക്കുമെന്ന് തോന്നുന്നുണ്ട് അല്ലേ സൈഗു? ഇൻഷാ അല്ലാ. അപ്പോൾ സൈഗിന് ഇന്നും നോമ്പാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് കടികളൊക്കെ പൊരിക്കാൻ സമയമായി. സോനോടെ കട്ട്ലേറ്റിനുള്ള പിടി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ബൺ പൊരിച്ചെടുക്കാൻ ഞാൻ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ടവല് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിലെല്ലാം ഇനി വെച്ചു കൊടുക്കും. ഓക്കെ, ഭയങ്കര സോഫ്റ്റ് ആണ്, പതുക്കെ എടുക്കണം. ഇത് ഞാൻ എപ്പോഴുള്ള ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കാം. അങ്ങനെ എനിക്ക് കൊടുക്കാൻ. ഞാൻ ഭാഗ്യോട്ട അത് വെക്കുമ്പോ തന്നെ ഞാൻ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു പ്ലേറ്റിൽ. എല്ലാം കൊട്ടി പിടിച്ചേനെ മൈദ ആയതുകൊണ്ടിട്ട്. നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ബൺ സെറ്റായി കെട്ടിയിട്ടുണ്ട്. സോനു കട്ട്ലെറ്റ് പിടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോമ്പ് തുറക്കുമ്പോൾ കാണാം. ഗൈസ്, എന്നത്തെ പോലെ ഇന്നും വെയിറ്റിംഗ് ആണ് നമ്മൾ. 6:40 39 അവിടെ? അതാ നമ്മുടെ വിളിച്ചോണ്ടിരിക്കുക നമ്മൾ. അങ്ങനെ സൈഗു വിജയകരമായ 2ാമത്തെ നോമ്പ് സൈഗു കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു കയ്യടി സൈഗിന് വേണ്ടി. ആർക്കും അടിച്ചില്ല, പിന്നെ കണ്ടില്ലേ? എന്നൊഴിച്ചില്ല എന്നാ പറഞ്ഞ, കൈയടിച്ചില്ല എന്നല്ല. തലവേദന സൈഗു? ഇന്നലെ തലവേദന, ഇന്ന് വയറുവേദന. കുഴപ്പമില്ല, ഓരോരോ വേദന എടുത്തിട്ട് ഒരു 6 നോമ്പ് 7 നോമ്പ് ഉണ്ട്. ഇനി അത് പിടിക്കാം നമുക്ക് അല്ലേ? പിടിക്കുമായിരിക്കും. ഫുള്ള് 30 പിടിക്കും സൈഗു. സൈഗുവിന് തുടങ്ങി സൈഗുടെ നോമ്പ് പിടിക്കൽ. സൈഗുടെ കണ്ണൊക്കെ ലുക്സ് സോ ടയർഡ്. അതപ്പൊ നോക്ക സോനു, ഇപ്പൊ തീരട്ടെ 30. മഴ അതിനോട് കൊറേ വർഷം പോണം. അൽഹംദുലില്ലാ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യലൊക്കെ നോക്കിയ ചിക്കൻ ബണ്ണുണ്ട്, നമ്മുടെ റോൾ പോലത്തെ ഒരു സാധനം. ഇത് കണ്ടതല്ലേ ഞാൻ കഷ്ടപ്പെട്ടത്. കട്ട്ലെറ്റ് ഉണ്ട്, എല്ലാം 24. നിങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ, നമ്മളിപ്പോ കഴിക്കാറില്ല. ഡേറ്റ്സ് കഴിക്കണം, അതാണല്ലേ നോമ്പ് തുറക്കും. എംപ്റ്റി സ്റ്റൊമക്കിൽ ഡേറ്റ്സ് തന്നാ കൊള്ളാം. നിനക്കല്ലേ ഇഷ്ടം? നമുക്ക് എന്താ ഇഷ്ടം പിള്ളേർക്ക് കൊടുക്കും.
സുന്നു നോക്കിയാ അടിപൊളി. വെള്ളമൊന്നും വേണ്ട. അത് എടുക്കാൻ മറന്നു സോൺ. അങ്ങനെ ഡയറക്റ്റ് ഒന്ന് മറ്റേതുണ്ട്, ഒന്ന് മറ്റേത് കസ്റ്റർഡ് മാംഗോ. രണ്ടുപേര് എടുക്കടാ വേണ്ടേ. ഏത് കോളായ കട്ട്ലേറ്റാ എങ്ങനെയുണ്ട് സുനു? കിട്ടിയില്ല. ഉള്ളിലല്ലേ ഒരു കൊള്ളൊക്കെ ഒരു സുഖമില്ല. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഞാൻ കഴിച്ചോ. ആണല്ലേ, ഞാനും വിചാരിച്ചു ഫ്രൈ ആക്കുമ്പോ. അപ്പൊ നമുക്കിത് സ്റ്റീം ചെയ്യണോന്ന് തോന്നണേ. ഫ്രൈ ചെയ്യുമ്പോ എനിക്കും ഫീൽ ചെയ്യും മൈദ വേവാൻ ചാൻസ് ഇല്ലല്ലോ ഉള്ളില്. സോസ് നോക്കട്ടെ. ഇതെന്താണ് എപ്പോഴും ഇല്ലാത്ത ഈച്ചാണല്ലോ ഇന്ന്. നമ്മളിത് ആ ചപ്പാത്തിയാക്കി എടുക്കുമല്ലോ മൈദ കൊണ്ട്. അപ്പൊ ഞാൻ ഇത്ര തിന്നാക്കി എടുക്കും. ഇത്ര തിക്കായപ്പോ തന്നെ ലൈക്ക് ഇങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണേ കുറച്ചുകൂടെ തിക്കാക്കി എടുക്കാന്ന്. ഇത് തന്നെ ഞാൻ അത്ര തിന്നാക്കി എടുത്തിട്ടും ഉള്ളിൽ വന്നിട്ടില്ല. കുറച്ച് സ്റ്റീം ആക്കണമെന്ന് തോന്നുന്നു. കുറച്ച് സ്റ്റീം ആക്കിയിട്ട് ഫ്രൈ ആക്കണമെന്ന് തോന്നുന്നു. നോക്കട്ടെ. അല്ലെങ്കിൽ കനം കുറച്ചാലും മതി. കനം കുറച്ച് സോസ്. മൈദ വന്നിട്ടില്ല. മസാല ഇസ് ടു ഗുഡ്. മൈദ. എനിക്കൊരു പപ്സ് കഴിക്കണം. ചിക്കൻ പപ്സ്. എനിക്ക് മസാല ഇഷ്ടമായി. കുഴപ്പമില്ല. അടുത്ത ഭക്ഷണവും പിന്നെ സെറ്റാക്കാം. മനസ്സിലാവും. ശരിയാ. മൈദ കഴിക്കണ്ട. മാങ്ങ, നാരള മാങ്ങ. കുടിക്കട്ടെ. സോണിന്റെ സ്പെഷ്യൽ ഡ്രിങ്ക്. മിക്സ് ചെയ്യണം. അല്ല മോളിലൊന്നും കൊള്ളാം. എടുത്തോ. സൂപ്പർ. ഇത് കഴിച്ചാ? അത് കഴിച്ചോ? എനിക്ക് ഇഷ്ടായി. കട്ട്ലേറ്റും കഴിച്ചില്ലേ? കഴിച്ചോ? എന്താണ് അതെന്തോ നൂല് പോലെ ഉണ്ടായിരുന്നു. അതിങ്ങനെ തൊണ്ടിലോട്ട് ഇങ്ങനെ മാങ്ങ. സോണനെ ജൈവനെ കാണിച്ചു. ഒന്നുമില്ല പറയാൻ. മോമൊന്നും ഒന്നുമില്ല പറയാൻ. ഞങ്ങൾ ആസ്വദിക്കുകയാണ്. അല്ലേ? സുഖം. അതാണുണ്ട് കോൺ ചിക്കൻ ബ്രെഡ്. ഏതിന്റെ ഫില്ലിങ്സാ? കൊള്ളാം. നല്ല ഫീലിങ്സ് ആയിരുന്നു. ഞാൻ നോക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി. ലൈക്ക് ചീസ് അങ്ങനെ ഒക്കെ ഇട്ടിട്ട് നല്ല നമുക്കൊരു തന്തൂരി ഒരു നല്ല ഉണ്ടായിരുന്നു കാണാൻ. അതിന്റെ ഫില്ലിംഗ് പൊളി. അതിന്റെ ആ ബണ്ണാണ് ഒരു ഇതാക്കിയത്. തന്നെ ഭയങ്കര തിന്നായിട്ടും എടുക്കാനും പറ്റൂല. ഫോൾഡ് ചെയ്യാൻ പറ്റൂല. വിട്ടുപോകും. താഴെന്ന് വിട്ടുപോകണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും തിന്നായിട്ട് എടുത്തത്. അല്ല, സ്റ്റീം ചെയ്യുമ്പോ വേവും. എന്നിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കണം. പാൻ ഫ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ കറക്റ്റോ. എന്താ റോൾ വലുത്. ഓക്കെ ഗൈസ്, അപ്പോ നമ്മള് കുറച്ചുകൂടെ സമാധാനത്തൊക്കെ ഇരുന്ന് ഉള്ളതൊക്കെ എത്തിക്കട്ടെ. നമുക്ക് എന്തായാലും ഇനി നാളെ കാണാം. 25th ഇൻഷാ അല്ലാഹ്. അപ്പൊ ബൈ.